എന്റെ കൂടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഭയങ്കര ചെയ്ത ആളുകൾ ഇപ്പോഴും എന്റെ കൂടെ സക്സസ് ആയിരിക്കും. അവരോടൊക്കെ പറഞ്ഞ് പഠിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, കമ്പനിയുടെ ക്രെഡിബിലിറ്റി. ചില ആളുകൾ പറയും ഇന്നലെ വന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 മാസമായിട്ടുള്ളൂ, 4 വർഷമായിട്ടുള്ളൂ, പുതിയ കമ്പനിയാണ് നിലനിൽപ്പില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. പാരമ്പര്യമുള്ള കമ്പനികളായിരിക്കണം അസോസിയേറ്റ് ചെയ്യും. ഓൺ പ്രൊഡക്റ്റ്, സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് കമ്പനി ആയിരിക്കണം, നല്ല ബ്രാൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ പറഞ്ഞു തരാനുള്ള എഡ്യൂക്കേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. ഈ 4 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനി അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫൈനാൻസ് എത്രമാത്രം വിജയിക്കണോ അത്രമാത്രം വിജയിക്കാൻ പറ്റും. അപ്പൊ ഈ കമ്പനിയുടെ പാരമ്പര്യം നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. പരിവർത്തൻ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടാണ്. നിങ്ങളുടെ ചിന്തയെ മാറ്റുക, നിങ്ങൾ മാറുക, നേരത്തെ ഈ ലോകത്ത് തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹോപ്പ് ടു ഫ്രീഡം. ഇത് കാണുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പല ലേഡീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ലേഡീസ് അവരുടെ എക്സ്പീരിയൻസ് വാങ്ങുന്നത്. അപ്പൊ പ്രോഗ്രാമിൽ നമ്മൾ സ്വന്തമായിട്ട് എത്താനല്ല, ഒരു 4 പേരെങ്കിലും ഒരു 5 പേരെങ്കിലും നമ്മുടെ കൂടെ എത്തിക്കാറുണ്ട്. ഇത്ര മാത്രം ചെയ്താൽ ഇപ്പൊ ജിസാറോട് ചോദിക്കും, ഒരു ഡ്രൈവറുടെ ജോലി എന്താണെന്ന് ചോദിക്കും. ഡ്രൈവറുടെ ജോലി എന്താണ്? ട്രെയിനിങ് ആണ്. ഒരു ടീച്ചറുടെ ജോലിയോ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പോലീസുകാരുടെ ജോലിയോ കാറ്റിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രാഫിക് പോയിരിക്കുന്നു. ശരിക്കും മോദിക്കാൻ ചെയ്യുന്ന ആൾ ജോലി ഒരു ലീഡർ നമ്മളെ ബേക്ക് 4 ആളെ കൊണ്ടുവരിക. എന്താണ് നമ്മുടെ ജോലി? എന്താണ്? പ്രൊഡക്ടിവിറ്റി നടക്കാനാണ്. അല്ല, നമ്മുടെ ജോലി എന്താണെന്നറിയോ? നമ്മൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, നമ്മളെ കൂടെ 4 പേരെ കൊണ്ടുപോയി വിട്ടാം. ഇത്ര മാത്രമാണ് നമ്മുടെ ജോലി. പിന്നെ ഇദ്ദേഹത്തിന് മനസ്സിലാവും വീട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, നമുക്ക് വിജയിക്കാൻ പറ്റുന്ന അവർക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ നിന്ന് 4 പേരെ കൊണ്ടിരിക്കുന്നത്. ഞാനിത് തന്നെയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. എല്ലാ ലീഡേഴ്സും വിജയിച്ച എല്ലാ ലീഡേഴ്സും ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ 4 കൊണ്ടിരിക്കുക എന്നതാണ്. സാക്ഷാത്കരിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അതിൽ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് കാണിക്കുന്നു. ഇവിടെ വേൾഡ് ടൂർ, വിദേശാലയം സന്ദർശിക്കുക എന്നുള്ളത് ഓരോരുത്തരും സ്വപ്നമായിരിക്കാം. ടാക്സി, കാർ, എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ബിഗ് ഹൗസ്, ഓർഗനൈസേഷൻ, ചാരിറ്റി, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആ സ്വപ്നങ്ങളെല്ലാം വലിയ വൃത്തത്തിലുള്ളതാണ്. പക്ഷേ സെൻട്രലായിട്ട് ചെറിയ വൃത്തങ്ങളാണ്. അതാണ് നമ്മുടെ വരുമാനം. വരുമാനം ചെറുതും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വലുതുമാണ് ഇന്ന് കിട്ടുന്നത്. എന്നാൽ പല ആളുകളും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ വീടിനടുത്തുള്ള ആളുകൾ അവർക്ക് വരുമാനം കൂടുതലാണ്. അവർക്ക് എപ്പോഴും എന്ത് സ്വപ്നങ്ങളുണ്ടെങ്കിലും നേടിയെടുക്കാൻ വളരെ ഈസിയായി സാധിക്കും. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഇൻകം സർക്കിൾ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. ആ ഇൻകം സർക്കിൾ വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ ഇത് ഇന്നത്തെ വർക്ക് തന്നെ ആക്റ്റീവ് ഇൻകമാണ്. നമ്മൾ വർക്ക് ചെയ്ത് വരുമാനം കിട്ടുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ ചെറുപ്പത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ആസാദി പ്ലാനാണ്. അത് നമ്മൾ വർക്ക് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് ആസാദി പ്ലാൻ. ഇവിടെ വർക്ക് ചെയ്യുന്നത് എത്രയേ ഉള്ളൂ? 2 മുതൽ 5 വർഷം വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആസാദി പ്ലാൻ സക്സസ് ആയി. ഒരു 5 വർഷം കൊണ്ട് 5 വർഷം വരെ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വരുമാനം കുറവായിരിക്കും, വർക്ക് കൂടുതലായിരിക്കും. ഇതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മോദിക്കാതെ നിർത്തി പോകാനുള്ള കാരണം. വർക്ക് ചെയ്യുന്ന സമയത്ത് വരുമാനമില്ല. അതേസമയത്ത് മണിച്ചേരിയിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് വരുമാനം കിട്ടും. അവിടെ വർക്ക് വർഷം കൂടുന്തോറും വരുമാനം കുറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് സമയത്ത് എഫേർട്ട് കൂടുതലായിരിക്കും, വരുമാനം കുറവായിരിക്കും. എന്നാൽ പാരമ്പര്യം മുമ്പോട്ട് പോകുമ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, വർക്ക് കുറയുമായിരിക്കും, വരുമാനം കൂടുതലായിരിക്കും. ഇതാണ് അതിന് കാണിച്ചത്. അതാണ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞത്. അതായത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ട്രഡീഷണൽ ബിസിനസ് രീതിയും ഡാൻസലിംഗും. ഞാനിവിടെ പരിചയപ്പെട്ട ഡാൻസലിംഗാണ്. ആദായ വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ പാസീവ് ഇൻകം കിട്ടുന്ന രീതി അത് മനസ്സിലാക്കാൻ വേണ്ടി ഡാൻസലിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് രീതി എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് ട്രഡീഷണൽ ബിസിനസ് രീതി. അതായത് 100 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സാധാരണ മാർക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നിർമ്മിക്കാനുള്ള ചെലവ് വരുന്നത് 35 രൂപയാണ്. അത് ഡിസ്ട്രിബ്യൂട്ടർ കയ്യിൽ എത്തുമ്പോൾ 45 രൂപ, 10 രൂപയുടെ കൂടിയിട്ടുണ്ട്. ഹോൾസെയിൽ എത്തുമ്പോൾ 65 രൂപയായി, റീറ്റെയിലർ എത്തുമ്പോൾ 75 രൂപയായി. റീറ്റെയിലർ ലാഭം കഴിച്ചിട്ട് നമ്മൾ 100 രൂപയ്ക്ക് അത് വാങ്ങിയിരിക്കുന്നു. ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ക്യാഷ് എന്താണ് നമ്മൾ തന്നെ കൊടുക്കേണ്ടിയിരിക്കുകയാണ്. 35 രൂപ നിർമ്മാണിച്ച പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്ന ഉൽപ്പന്നമാണ് നമ്മൾ 100 രൂപക്ക് വാങ്ങിയിരിക്കുന്നത്. എന്നാൽ ഡാൻസൽ കമ്പനിയിലോ ഈ ഇടനിലക്കാരെ പരസ്യക്കാരെ പരിപൂർണമായിട്ട് ഒഴിവാക്കി ഇവിടെ കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമർ ഉണ്ട്. ഈ കമ്പനി ഉൽപ്പന്നം നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ ഈ ഇടനിലക്കാർക്ക് പരസ്യക്കാർക്ക് കൊടുക്കുന്ന ക്യാഷ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡയറക്ട് സെല്ലിംഗ്, കമ്പനി ത്രൂ കസ്റ്റമർ. അതിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഇന്ത്യ ആദ്യമായിട്ട് വന്ന ഡാൻസലിംഗ് കമ്പനിയാണ് ആദ്യമായിട്ട് വന്ന ഇന്ത്യൻ ഡാൻസലിംഗ് കമ്പനിയാണ് മോദിക്കർ. 1996 മാർച്ച് 30 മിസ്റ്റർ
എന്നുള്ള രീതിയാണ് ഈ ഡാർസിലിംഗ് കമ്പനിക്ക് തുടക്കം കുറിച്ചത്. നല്ലൊരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ഓക്കെ, അതിലെ പാരമ്പര്യ നോക്കുകയാണെങ്കിൽ 1933 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഗുജർമാൻ മോഡി എന്ന വ്യക്തിയാണ് ഈ കമ്പനി ഷുഗർ മിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പഞ്ചസാര ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് തുടക്കം കുറിക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരോട് ബഹുമതിയാണ് റായ് ബഹദൂർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ചരിത്രത്തിൽ റായ് ബഹദൂർ ഗുജർമാൻ മോഡി എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് കിഷൻ കുമാർ മോദി, KK മോദി. ഇദ്ദേഹം ഇന്ത്യയിൽ മാത്രമാണ് ബിസിനസ് ചെയ്തതെങ്കിൽ ഈ കിഷൻ കുമാർ മോദി എന്ത് ചെയ്തു? ഈ ബിസിനസിനെ 120 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടായി. 120 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് മോദി എന്റർപ്രൈസസ് എന്നാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ബീന മോഡിയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു മകനാണ് സാമൽ കുമാർ മോദിയാണ്. ഈ സാമൽ കുമാർ മോദിയാണ് ഇന്ന് ഈ 120 രാജ്യങ്ങളിൽ ബിസിനസ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡാർസിലിംഗ് കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത്. 1996 മാർച്ച് 30 ഡൽഹി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യമായിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോഡക്റ്റുകൾ ചേർന്നതിനിടയിൽ വിടുകയല്ല ചെയ്ത് മറ്റുള്ള കമ്പനി ചെയ്യുന്ന പോലെ R&D ഡിവിഷനാണ് ഉണ്ടാക്കിയത്. R&D ഡിവിഷൻ എന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്നുള്ള സയന്റിസ്റ്റുകളുടെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ഓരോ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് അവർ ഉറപ്പ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിനും മനുഷ്യനും കേടില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് മോദിക്ക കമ്പനി തരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉറപ്പ് വെക്കുന്നത്. ആ ഉറപ്പ് വെച്ചതിന് ശേഷമാണ് ഇത്രയും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഇന്ന് 15 കാറ്റഗറിയിലായിക്കൊണ്ട് 700-ലധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നതാണ് എല്ലാം തന്നെ വെൽനസ് ആണ്. ഒന്നും തന്നെ ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നമല്ല. അതിൽ ആദ്യമായിട്ട് ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കളർ കോസ്മെറ്റിക്സ് വരുന്നുണ്ട്, സ്കിൻ കെയർ വരുന്നുണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന കിച്ചൺ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്, പേഴ്സണൽ കെയർ വരുന്നുണ്ട്, ലോണ്ടറി കെയർ വരുന്നുണ്ട്, ഹോം കെയർ, അഗ്രികൾച്ചർ, ഓട്ടോ കെയർ, ജ്വല്ലറി, ലൈഫ് സ്റ്റൈൽ, SM വാച്ചസ്, ഡിവൈൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 15 കാറ്റഗറിയിലായിക്കൊണ്ട് 700-ലധികം ഉൽപ്പന്നങ്ങൾ വരും. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് വെൽനസ്. നമുക്കറിയാം എന്താണ് വെൽനസ് എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൽനെസ് യുഗത്തിലാണ്. നമുക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ രീതി. എന്നാൽ ഇവിടെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്റഗറിയാണ് ഇത്. ആരാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രോഗികളല്ല കഴിക്കേണ്ടത്. അസുഖം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നോ അവരെല്ലാം ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ്. എല്ലാം തന്നെ ഫുഡ് സപ്ലിമെന്റ് ആണ്. ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഇത് ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് ലഭിക്കും, പൗഡർ രൂപത്തിൽ ലഭിക്കും, ലിക്വിഡ് രൂപത്തിൽ ലഭിക്കും. ഇതൊന്നും കഴിക്കണമെങ്കിൽ വേണ്ട ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. കാരണം എല്ലാം തന്നെ ഭക്ഷണമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആക്ടിവേറ്റ്, ഞാൻ ഓരോ ഉൽപ്പന്നത്തിന് എടുത്തു പറയുന്നില്ല, സമയക്കുറവുണ്ട്, നിങ്ങൾ കുറെ സമയം വെയിറ്റ് ചെയ്ത് കഴിക്കാം. ഇതിൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ്. കൃഷിയുടെ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ആയിട്ടും ബെറ്റർ ആയിട്ടും സ്പ്രെഡർ ആയിട്ടും വർക്ക് ചെയ്യുന്നതായിരിക്കും. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരുന്നതായിരിക്കും. ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന കുറവ് മതി. സ്പ്രെഡർ എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ടായിരിക്കും, വ്യാപകമായിട്ടുള്ള വളർച്ചകളും അതിൽ വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ നമ്മൾ പണ്ടൊക്കെ കേട്ടത് വാട്ടർ പറഞ്ഞപ്പോൾ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രൊഡക്റ്റ് എന്തിനാണ് നമുക്ക് അതിന്റെ ആവശ്യം, എന്റെ വീട്ടിൽ നിന്ന് അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് വീട്ടിൽ കൂടുതൽ ആളുകളും അതിന് വാട്ടർ എന്നതുപോലെ എയർ പൊല്യൂഷൻ നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടതാണ്. ഇപ്പോഴും ഡൽഹിയിലൊക്കെ എന്താണ് അവിടെയുള്ള വായു വളരെയധികം മഞ്ഞ സംഭവിച്ചുകൊണ്ട് പലരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങളുടെ അതിപ്രസരം, അതുപോലെ തന്നെ മരങ്ങൾ ഇല്ലാതാവുന്നതും ഫാക്ടറികളുടെ കൂടുതൽ വരുന്ന ജനസംഖ്യ വർദ്ധിക്കുന്നതൊക്കെ ഇന്ന് വായു മലിനീകരണത്തിന് കാരണമാവുകയാണ്. അവിടെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്ന കുക്ക് ഇറക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അത് ഡീറ്റെയിൽ പഠിക്കുക. ഹോം കെയർ എന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഉൽപ്പന്നം, ഏതെല്ലാം രീതിയിൽ നമുക്ക് വീട് ക്ലീൻ ചെയ്യണം അതിനെല്ലാം പറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഹോം കെയർ എന്ന കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ വാഷ്മേറ്റ് എന്ന ലോണ്ടറി കെയർ ആണ്. നമ്മുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് രൂപത്തിലും പൗഡർ രൂപത്തിലുള്ള പൗഡറുകൾ അതിൽ അവൈലബിൾ ആണ്. ലേഡീസ് ബാഗ് കാറ്റഗറി ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവർ ക്യാൻസറിന്റെ വിത്ത് വാങ്ങിക്കൊണ്ടാണ് പല കമ്പനികളും ജോൺസൺ ബേബി പൗഡർ ഇവരൊക്കെ ക്യാൻസർ വിത്ത് വാങ്ങിക്കൊണ്ടാണ് അത് വരുന്നത്. കാരണം അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. കാരണം ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 രീതിയിലുള്ള ബിസിനസ്സാണ് നടക്കുന്നത്. ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവർ വളർച്ചയുള്ള ബിസിനസ് രോഗിയായി കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളുടെ ബിസിനസ് ആ കമ്പനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹത്തോട് കിട്ടണം. എന്നാൽ ഇവിടെ കെമിക്കലൊന്നും ഇല്ലാത്ത വൈറ്റമിൻ റിച്ച് ആയിരിക്കുന്ന പ്രോഡക്റ്റാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അത് ഡെർമറ്റോളജി ടെസ്റ്റും ക്ലിനിക്കൽ ടെസ്റ്റ് മാത്രമല്ല ഡെർമറ്റോളജി ടെസ്റ്റും കൂടിയാണ്. അതായത് ത്വക്ക് രോഗത്തിലെ ഡോക്ടർമാർക്ക് ഉറപ്പ് വരുന്നതാണ് ഇതിന് കേടില്ല. അങ്ങനെയാണ് നമുക്ക് ഈ ഉൽപ്പന്നം. അതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഫ്രീഡം എന്നാണ്. ലേഡീസിനൊക്കെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മെൻസ്ട്രൽ സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. എല്ലാവിധ മെൻസ്ട്രൽ പ്രോബ്ലംസും അതിന് പരിഹാരമാണ്.
ഇനി ഫുഡ് ആൻഡ് ബീവറേജ് അടുക്കള ഉപയോഗിക്കുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ. ഏതെല്ലാം ഉൽപ്പന്നങ്ങൾ ദിവസം ആദ്യം മുതൽക്ക് ഞങ്ങൾ അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും അടുക്കള ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. സോഫ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഹാൻഡ് വാഷ് അതുപോലെ സോപ്പ് ഐറ്റം കേന്ദ്രങ്ങളാണ് വരുന്നത്. എല്ലാം തന്നെ സോഫ കേന്ദ്രത്തിൽ 3 ആണ്. അതിന്റെ ഹാൻഡ് വാഷ് ബബിൾ വാഷ് ആയിട്ടും ഫേസ് വാഷ് ആയിട്ടും ബോഡി വാഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സോപ്പിൽ വരുമ്പോൾ 3 സോപ്പ്. അതുപോലെ തന്നെ പേസ്റ്റ് കാറ്റഗറി ഫ്രഷ് മോമിൽ പേസ്റ്റ് നേരത്തെ വന്നിരിക്കുന്ന പേസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. ബ്രഷ് അവൈലബിൾ ആണ്. സാലൂൺ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഹെയർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നല്ല അവൈലബിൾ ആണ്. മുടി ഡൈ ചെയ്യാൻ ഉൽപ്പന്നങ്ങളുണ്ട്, മുടി ഒഴിച്ചുകൾ വരുന്നുണ്ട്, താരനുള്ളതുണ്ട്. അതുപോലെ തന്നെ മുടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നം മുറക്കാൻ അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ്. വെലോസിറ്റി നമ്മൾ ജെൻസിന്റെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗന്ദര്യത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വെലോസിറ്റി കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. ശ്ലോക കാറ്റഗറിയിൽ നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ അതിൽ അവൈലബിൾ ആണ്. ഫുഡ് പവർക്കും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ്. എസെൻഷ്യൽ കാറ്റഗറിയിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ പൗഡർ, പേസ്റ്റ്, സോപ്പ്, അതുപോലെ തന്നെ ഡിറ്റി ഉൽപ്പന്നങ്ങൾ. പക്ഷേ ഉൽപ്പന്നത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ വരുന്നില്ലായിരുന്നു. അർബൻ കളർ എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം പോകണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതിൽ അവൈലബിൾ ആണ്. യന്ത്രോചിപ്പ് അതുപോലെ വാച്ച് ഐറ്റംസ് ജപ്പാനീസ് ടെക്നോളജിയുള്ള SM വാച്ചസ് അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള ജെൻസിനും ലേഡീസിനും അതുപോലെ തന്നെ ബ്രൈഡൽ കളക്ഷനൊക്കെ അതിൽ അവൈലബിൾ ആണ്. യന്ത്രോചിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുള്ളതാണ് മൊബൈലിന്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അപാരമായിട്ട് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യന്ത്രോ ചിപ്പുണ്ട്, യന്ത്രോ റോബുണ്ട്, ബാഗ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്, ക്ലോക്ക് ഐറ്റംസും അവൈലബിൾ ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ അതിൽ അവൈലബിൾ ആണ്. ഓടിച്ചു വിട്ടതാണ്. ഇനി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നതാണ്. ഏകദേശം എല്ലാ കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പരിചയപ്പെടും. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? 3 രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമറായിട്ട് വരാം, റീറ്റെയിലറായിട്ട് വരാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം. ഇതൊക്കെ ഒരാൾക്ക് തന്നെ കിട്ടും. വേണമെങ്കിൽ ഇതിന്റെ കസ്റ്റമറായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി വെച്ചാൽ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. റീറ്റെയിലർ ആകുമ്പോൾ ബെനിഫിറ്റ് കിട്ടും, റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഒരു വരുമാനം വരുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടായിരിക്കും. എല്ലാ കസ്റ്റമറും കിട്ടുന്ന 6 തരം ബെനിഫിറ്റ് ആണുള്ളത്. ഇതിന് സാധാ മാർക്കറ്റ് ഇന്നുവരേക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമതായി നമുക്ക് കിട്ടുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മൂന്നിലൂടെ കിട്ടുന്നത്. രണ്ടാമത് എല്ലാ പ്രോഡക്റ്റുകളും ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി ഒപ്പോഴും ഉറപ്പാണ് എല്ലാ പ്രോഡക്റ്റും കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മറ്റത് എല്ലാ പ്രോഡക്റ്റിനും 30% വരെ ഡിസ്കൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10% ഫ്രീ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. മോദിക്ക ലോയൽറ്റി പ്രോഡക്ട്സ് 6 മാസം മോദിക്ക ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 7 മാസം ക്യാഷ് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ 7 മുതൽ 16% വരെ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. ജനറൽ ഷോപ്പ്, നിങ്ങൾ ഇത് സാധാരണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഷോപ്പാണ് ജനറൽ ഷോപ്പ്. മറ്റൊന്ന് മോദിക്ക ഷോപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഗ്യാരണ്ടി തരുന്നുണ്ടോ? വിറ്റ സാധനം തിരിച്ചെടുക്കില്ല എന്നാണ് 2 ഷോപ്പിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ മോദിക്ക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു 6480 രൂപ ഇവിടെ ഉൽപ്പന്നങ്ങൾ MRP ഉൽപ്പന്നങ്ങൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 6480 രൂപ കൊടുക്കേണ്ടി വരുന്നു. മോദിക്ക ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ 5400 രൂപ കൊടുത്താൽ മതി. അതായത് ഏകദേശം 20% ഡിസ്കൗണ്ട് 1080 രൂപ കിട്ടുന്നത് അവിടെ ഡിസ്കൗണ്ടിലായിട്ട് വന്നു. ഓഫറായിട്ട് 10% ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആ സ്പോട്ട് കിട്ടുന്നു. സാധാരണ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇവിടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നതാണ്. എന്നാൽ ക്യാഷ് ബാക്ക് ആയിട്ട് 150 രൂപ ക്യാഷ് ബാക്ക് വരുന്നു. സാധാരണ മാർക്കറ്റിൽ അതിന്റെ സിസ്റ്റം പോലും ഇല്ല എന്നതാണ്. ലോയൽറ്റിലേക്ക് വേണ്ടിയിട്ട് 1080 രൂപ ആ ഒരു മാസത്തെ പർച്ചേസിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ 5000 രൂപയുടെ പർച്ചേസ് ചെയ്തപ്പോൾ 1050 രൂപ ലോയൽറ്റിലേക്ക് വേണ്ടി മാറ്റി വെച്ചത്. ആ മാസം കിട്ടിയിട്ടില്ലെങ്കിലും 6 മാസം കഴിയുമ്പോൾ ടോട്ടൽ എത്രയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് അതിന് ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. ടോട്ടൽ നിങ്ങൾക്ക് 57% ബെനിഫിറ്റ് ആയിട്ട് 6400 രൂപ 6480 രൂപ MRP ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഏകദേശം 3000 രൂപയോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് സാധാ മാർക്കറ്റിലാവുമ്പോൾ ഈ 6480 കൊടുക്കേണ്ടി വരുന്നതാണ്. മോദിക്കാകുമ്പോൾ 3000 രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഇതിന് നിങ്ങൾ ബിസിനസ് ആക്കാം. ബിസിനസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത്രയും ബെനിഫിറ്റുള്ള ഉൽപ്പന്നം നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾക്കോ അയൽവാസികൾക്കാരും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കാം. സ്വാഭാവികമായും സ്വന്തം വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ 50% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പർച്ചേസ് ചെയ്ത് കസ്റ്റമർ കമ്മ്യൂണിറ്റിയിലാക്കി എടുത്താൽ നിങ്ങൾക്ക് 12 തരത്തിലുള്ള വരുമാനം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഒരു തരം വരുമാനം കിട്ടുള്ളൂ. ഇത് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സാലറി ആയിരിക്കും. എന്നാൽ ഇവിടെ ഒറ്റ ഇതിലൂടെ 12 തരം വരുമാനം വരുന്നു. ഒന്ന് സേവിംഗ് ഓൺ കൺസെപ്ഷൻ, നേരത്തെ നമ്മൾ 20% നമുക്ക് ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. ഒരു കസ്റ്റമർ ആണെങ്കിൽ സേവിംഗ് ഓൺ കൺസെപ്ഷൻ കിട്ടാം. റീറ്റെയിലർ ആണെങ്കിലോ നമുക്ക് ഇത് റീറ്റെയിൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആക്കി മാറ്റാം.
മൂന്നാമതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പണ്ട് ഗ്യാസിന് സബ്സിഡി ലഭിച്ചതുപോലെ മല്ലിപ്പൊടി വാങ്ങാനും മുളക് പൊടി വാങ്ങാനും 7 മുതൽ 16% വരെ സബ്സിഡി എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇതിനാണ് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. പിന്നെ 4% ബാക്ക് ബോണസ് വരുന്നുണ്ട്, 15% ഡീ ബോണസ് വരുന്നുണ്ട്, 7% വിന്റർ ബോണസ് വരുന്നു, ഡയമണ്ട് ബോണസ് വരുന്നു, ട്രാവൽ ഫണ്ട് വരുന്നു, വിദേശ രാജ്യങ്ങൾക്ക് സന്ദർശന ഫണ്ടാണ് ട്രാവൽ ഫണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട കാർ എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി മാറ്റി വെക്കുന്നത് 5% കാർ ഫണ്ട് മാറ്റി വെക്കുന്നു, 3% വീട് എടുക്കാനുള്ള ഫണ്ട് മാറ്റി വെക്കുന്നു, 17% ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് മാറ്റി വെക്കുന്നു, 1% ഇയർലി കൗണ്ടർ ബോണസും മാറ്റി വെക്കുന്നു. Totally gives you a brings income, but also gives you a dream lifestyle. ഒരിക്കലും വരുമാനം മാത്രമല്ല, സാധാ മാർക്കറ്റിൽ നമ്മൾ ചിലപ്പോൾ വരുമാനം മാത്രമായിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് വരുമാനത്തിനെ കൂടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമാണ്. ട്രാവൽ ഫണ്ട് ഇപ്പോൾ കുറേ ആളുകൾക്ക് വന്നിട്ട് ഒരു കോർഡിലേക്ക് ക്രൂസ് പോകുന്ന ആളുകളാണ് ഇവ രണ്ട് ഇന്ത്യയുടെ ആലപ്പുഴ ക്രൂസ് ഷിപ്പാണ് കോർഡിലിയാകുന്നത്. അതിൽ പോയിരുന്ന 2 ആളുകളും ഒരു കോർഡിലേക്ക് ക്രൂസ് ഒരു ദിവസം 50,000 രൂപ ചെലവ് വരുന്നുണ്ട്. അവിടെയാണ് കമ്പനിയുടെ 3 ദിവസം ഫ്രീ ആയി കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീലങ്ക ട്രിപ്പ് വരുന്നു. ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ 4 ദിവസം ശ്രീലങ്കയിൽ എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരുപാട് ശ്രീലങ്കാസ് ഉണ്ട്, നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ ആളുകൾക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശ്രീലങ്കയിലേക്ക് ഫ്രീ ആയിട്ട് 5 സ്റ്റാർ ഫെസിലിറ്റി പോകാൻ പറ്റും. അതുകൊണ്ട് കുറഞ്ഞാൽ ദുബായ് അച്ചീവേഴ്സായിട്ട് വന്നിരിക്കുന്ന ആളുണ്ടായിരിക്കും. കാർബൺ നേടിയെടുത്ത ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനും 20 ലക്ഷം രൂപയുടെ കാറെടുത്ത് വെക്കുന്നത് അതിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വീടെടുത്ത് വീട് ഫണ്ട് വാങ്ങിയിരിക്കുന്ന ആളും ഇവിടെ ഈ ഹോളിൽ തന്നെ ഉണ്ട്, അതൊക്കെ അവരെ നമുക്ക് കാണാൻ പറ്റും. ടൈറ്റിൽ ഇൻകം ബ്രോക്കേഴ്സ് ഇതിലേക്ക് വരുമ്പോൾ ഒരു കമ്പനിക്കും പിന്നെ സാധാരണ മാർക്കറ്റിൽ കാണുന്ന ഒരു കമ്പനിക്ക് ഇതേപോലെ ടൈറ്റിൽ ഇൻകം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്നാൽ മോദിക്ക് കമ്പനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഡാറ്റ് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റ് പർച്ചേസ് ചെയ്യാൻ മിനിമം 2,000 രൂപ മുകളിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. അതുപോലെ സീറോ ഡാറ്റ് ഒരു കുടുംബത്തിന് നിങ്ങൾ വരുമാനം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും. സീനിയർ എക്സിക്യൂട്ടീവ് നിൽക്കുകയാണെങ്കിൽ 30,000 രൂപ 1 ലക്ഷം രൂപ വരെ ഈ 3 പേരെ ഡാറ്റ് ആക്കി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. 4 പേരെ വരുമാനം ആക്കി കഴിഞ്ഞാൽ മിനിമം അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ ആയിരിക്കും. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്ഥിരമായിട്ട് വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും. ഡാമേജ് ആക്കുന്ന വ്യക്തിക്ക് 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും. സോറായിട്ട് നിൽക്കുന്നത് ഡാമേജ് ആക്കുന്നത്, അതുകൊണ്ട് 2 ലക്ഷം രൂപ വരുമാനം അവർക്ക് വാങ്ങും. അങ്ങനെയുള്ള 1 കോടി രൂപ 1 കോടിക്ക് മുകളിൽ വരെ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും. ഇത് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഉൾപ്പെടുന്ന മോദി കെയറിൽ 1 കോടി 30 ലക്ഷം രൂപ വാങ്ങുന്ന സുരേഖ ഭാർഗവ് എന്ന ഒരു ലേഡി ഒരു മാസത്തെ വരുമാനം നല്ലൊരു കാര്യം അവർക്ക് കൊടുത്തു. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എന്റെ കൂടെ വെക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ, വിജയിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ ലീഡേഴ്സ് പറയുന്നു നിങ്ങൾ വിജയിക്കുന്നവരെ ഞാൻ കൂടെ നിൽക്കാം. എല്ലാവർക്കും ഈ മേഖലയിലൂടെ വലിയ രീതിയിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മൈക്ക് കൈമാറുന്നു.